വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. പലരും പല പല ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സിനോട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ഇതുപോലത്തെ ഡ്രസ്സുകൾ ഇടുമ്പോഴാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് നേരെ മേക്കപ്പിലോട്ട് കിടക്കാം. മെല്ലെ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്, ഐലൈനർ, ഐ ഷാഡോ, ബ്ലഷ്, അതുപോലെ തന്നെ ചെറുതായിട്ട് ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മിസ്സിങ് ലിപ്സ്റ്റിക് ആണല്ലേ. ഈ ഒരു ഡോട്ടർ എർത്തിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ്. മുടിയുടെ കാര്യത്തിലോട്ട് എത്തുമ്പം ഞാൻ അന്നും ഇന്നും എന്നും കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യും എന്നോർത്തിട്ട്. അറ്റ് ലാസ്റ്റ് അവസാനം ഇതുപോലെ ഒരു ഹാഫ് പോണി ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കിയിട്ട് വലിയ തിരക്കേടില്ല, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ആക്സസറീസ്. ഞാൻ ആദ്യം ഈ ഒരു ചെറിയൊരു സിമ്പിൾ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു കുഞ്ഞൊരു ചെയിനും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളറിലെ ഹൂപ്സും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കയ്യിൽ ഈ തവണ വാച്ച് ഇട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബാങ്കിൾ, എൻ്റെ പേരൊക്കെ എഴുതിയ ബാങ്കിളാണ് കേട്ടോ, ഒരു ഈവിളായിട്ട് ഈ ഒരു ബാങ്കിളും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ താഴെ ഇടുന്നത് ഈ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന പിന്നെയും വെസ്റ്റ് സൈഡിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഈ ഒരു സാൻഡിൽസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്ലാറ്റ്. എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോവില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫുഡ് വെയർ കളക്ഷനിൽ ഒന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പെർഫ്യൂമും അടിച്ച്, വിക്ടോറിയ സീക്രട്ടിൻ്റെ പെർഫ്യൂമാണ്, പെർഫ്യൂമും അടിച്ചിട്ട് ഞാൻ റെഡിയായി. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.